Hi friends, welcome back to Polytech's YouTube channel and welcome back to another new video. So ഇന്നത്തെ വീഡിയോ ഗെയിമേഴ്സിനും അതുപോലെ തന്നെ PC ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. So today we have brand new Intel's 12th Gen Core i7 processor for unboxing. Intel 12th Gen processorന്റെ ന്യൂ ഫീച്ചേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ന്യൂ ആർക്കിടെക്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ഹൈലൈറ്റ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. So without wasting time, let us start the video. സോ ഫ്രണ്ട്സ്, ഇന്റലിൻ്റെ 12th Gen Core i7 പ്രൊസസ്സറാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. 12700k പ്രൊസസ്സർ ഒരു അൺലോക്ക്ഡ് പ്രൊസസ്സറാണ്. സോ Z സീരീസ് മദർ ബോർഡ് ഉണ്ടെങ്കിൽ ഈസിലി ഓവർക്ലോക്ക് ചെയ്യാം. LGA 1700 ആണ് സോക്കറ്റ് ടൈപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ഈ ഒരു പാക്കേജിൻ്റെ കൂടെ ഇൻ്റലിൻ്റെ കൂളിംഗ് ഫാൻ അവൈലബിൾ അല്ല. ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യൂസർ മാനുവലിൽ ഈ പ്രൊസസ്സറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സും കൊടുത്തിട്ടുണ്ടാവും. സോ പ്രൊസസ്സർ അഗെയിൻ ഒരു ചെറിയ പാക്കേജിലാണ് വരുന്നത്. 12th Gen പ്രൊസസ്സറിൽ ഷേപ്പിലും അതുപോലെ തന്നെ സൈസിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഷേപ്പ് നോക്കിയാൽ കാണാം, റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് 12th Gen CPU വരുന്നത്. LGA 1700 ആണ് സോക്കറ്റ് ടൈപ്പ്. ഓൾഡ് ജനറേഷൻ പ്രൊസസ്സറുകൾ സ്ക്വയർ ടൈപ്പിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് 12th Gen എൽഡർ ലേക്ക് പ്രൊസസ്സറിൽ ബേസിക് ആയിട്ട് എന്തൊക്കെ ന്യൂ ഫീച്ചേഴ്സും ഹൈലൈറ്റ്സും ആണ് ഇന്റൽ ഓഫർ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ പ്രൊസസ്സറിൻ്റെ ആർക്കിടെക്ചർ നോക്കാം. ഇന്റൽ 12th Gen പ്രൊസസ്സർ ബേസ്ഡ് ഓൺ 10 നാനോമീറ്റർ പ്രോസസ്സ് ആണ്. ആൻഡ് പുതിയൊരു ഹൈബ്രിഡ് ആർക്കിടെക്ചർ ആണ് 12th Gen പ്രൊസസ്സറിൽ ഇന്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ന്യൂ ആർക്കിടെക്ചറിൽ ഇന്റൽ 2 ഡിഫറെൻറ്റ് കാറ്റഗറി കോഴ്സ് ഒരു സിംഗിൾ ഡേയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സെറ്റ് ഓഫ് P കോഴ്സ്, ഒരു സെറ്റ് ഓഫ് E കോഴ്സ് ആണ് വരുന്നത്. P4 പെർഫോമൻസ് കോർ ആൻഡ് E4 എഫിഷ്യൻസി കോഴ്സ്. പെർഫോമൻസ് കോഴ്സ് മെയിൻലി ഹെവി ടാസ്ക് ആകും മാനേജ് ചെയ്യുക. ഉദാഹരണത്തിന് ഗെയിമിംഗ്, വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ എക്സ്പോർട്ടിംഗ് ഇതുപോലെ ഹെവി ടാസ്ക് ഒക്കെ P കോഴ്സ് ആകും ഹാൻഡിൽ ചെയ്യുക. ആൻഡ് സെയിം ടൈം പാരലലി എഫിഷ്യൻസി കോഴ്സ് സിമ്പിൾ ടാസ്ക് ആകും മാനേജ് ചെയ്യുക. ഉദാഹരണത്തിന് വിൻഡോസ് അപ്ഡേറ്റ്, ആൻറ്റിവൈറസ് അപ്ഡേറ്റ്, സ്ട്രീമിംഗ് ഇതുപോലെ ഈസി ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് ഒക്കെ ഈ കോഴ്സ് ആകും ഹാൻഡിൽ ചെയ്യുക. സോ നിങ്ങൾ PC-യിൽ എന്തെങ്കിലും ഗെയിമിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതാണ് ഹെവി ടാസ്ക് അല്ലെങ്കിൽ ഏതാണ് സിമ്പിൾ ടാസ്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഇന്റൽ ത്രെഡ് ഡയറക്ടർ. സോ ഇത് ഹെവി ടാസ്കിനെ P കോഴ്സിലോട്ടും സിമ്പിൾ ടാസ്കിനെ E കോഴ്സിലോട്ടും പ്രോപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്ത് വർക്ക് പെർഫോമൻസ് സ്മൂത്തനിങ് ആൻഡ് ഫാസ്റ്റർ ആക്കും. കമ്പയറിംഗ് ടു ഓൾഡർ ജെൻ 19% പെർഫോമൻസ് ഇൻക്രിമെൻ്റ് ആണ് ഇന്റൽ ഓഫർ ചെയ്യുന്നത്. കോർ i7-12700k ആൻഡ് KF പ്രൊസസ്സറിൽ 8 പെർഫോമൻസ് കോറും 4 എഫിഷ്യൻസി കോഴ്സാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 12 കോഴ്സ് ആൻഡ് 20 ത്രെഡ്സ് ആണ് ഉള്ളത്. ഇതിൽ പെർഫോമൻസ് കോഴ്സിന് മാത്രമാണ് ഹൈപ്പർ ത്രെഡിങ് ഉള്ളത്. എഫിഷ്യൻസി കോഴ്സിന് ഹൈപ്പർ ത്രെഡിങ് വരുന്നില്ല. ഇങ്ങനെയാണ് P കോഴ്സിൻ്റെ 8 കോർ ഇൻറ്റു 2 16 ത്രെഡ്സും E കോഴ്സിൻ്റെ 4 ത്രെഡ്സും ടോട്ടൽ 20 ത്രെഡ്സ് വരുന്നത്. 12th Gen പ്രൊസസ്സറിൽ ക്യാഷ് മെമ്മറി കൂട്ടിയിട്ടുണ്ട്. 12700k പ്രൊസസ്സറിൻ്റെ L3 ക്യാഷ് 25 MBയും L2 ക്യാഷ് 12 MBയും ആണ് വരുന്നത്. ഇനി പ്രൊസസ്സറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 4 ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആണുള്ളത്. E കോഴ്സിൻ്റെ ബേസ് ഫ്രീക്വൻസി ആൻഡ് P കോഴ്സിൻ്റെ ബേസ് ഫ്രീക്വൻസി, E കോഴ്സിൻ്റെ മാക്സിമം ടർബോ ഫ്രീക്വൻസി ആൻഡ് P കോഴ്സിൻ്റെ മാക്സിമം ടർബോ ഫ്രീക്വൻസി. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ 12700k പ്രൊസസ്സറിൻ്റെ P കോഴ്സിൻ്റെ ബേസ് ഫ്രീക്വൻസി 3.0 GHz ആൻഡ് മാക്സിമം ടെർബോ ഫ്രീക്വൻസി 4.9 GHz ആണ് വരുന്നത്. എഫിഷ്യൻസി കോഴ്സിൻ്റെ ബേസ് ഫ്രീക്വൻസി 2.7 GHz ആൻഡ് മാക്സിമം ടെർബോ ഫ്രീക്വൻസി 3.8 GHz ആണ് വരുന്നത്. പ്രൊസസ്സറിൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ ഇന്റൽ UHD ഗ്രാഫിക്സ് 770 ആണ് വരുന്നത്. മെമ്മറി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ DDR4ഉം DDR5ഉം രണ്ടും സപ്പോർട്ട് ചെയ്യും. ബട്ട് രണ്ടും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യില്ല. ഒന്നെങ്കിൽ DDR4 അല്ലെങ്കിൽ DDR5 മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക. 12th Gen മദർ ബോർഡ്സിൽ DDR5 മദർ ബോർഡ്സ് വരുന്നുണ്ട് ആൻഡ് DDR4 മദർ ബോർഡ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ DDR5 സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്സ് ആണ് എടുക്കുന്നത് എങ്കിൽ അതിൽ DDR5 മാത്രം സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. DDR4 കോമ്പാക്റ്റബിൾ അല്ല. ആൻഡ് DDR4 മദർ ബോർഡ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ DDR4 മെമ്മറി മാത്രമാണ് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. DDR5 കോമ്പാക്റ്റബിൾ അല്ല.
128 GB വരെ മാക്സിമം മെമ്മറി സപ്പോർട്ട് ചെയ്യും. റാം ബേസ് സ്പീഡ് നോക്കുകയാണെങ്കിൽ DDR4ൻ്റെ ബേസ് സ്പീഡ് 3200 മെഗാ ട്രാൻസ്ഫർ പെർ സെക്കൻഡും DDR5ൽ ബേസ് സ്പീഡ് 4800 മെഗാ ട്രാൻസ്ഫർ പെർ സെക്കൻഡും ആണ് വരുന്നത്. ആൻഡ് ഫൈനൽ പ്രൊസസർ പവർ റിക്വയർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ പ്രൊസസർ ബേസ് പവർ വരുന്നത് 125 വോൾട്ടും ആൻഡ് മാക്സിമം ടെർബോ പവർ വരുന്നത് 190 വോട്ടും ആണ്. സോ പ്രൊസസർ ബേസ് പവർ എന്ന് പറയുന്നത് പ്രൊസസറിൻ്റെ ബേസ് ഫ്രീക്വൻസിയിലുള്ള പവർ റിക്വയർമെൻ്റ് ആണ്. മാക്സിമം ടെർബോ പവർ എന്ന് പറയുന്നത് പ്രൊസസർ മാക്സിമം ലോഡിൽ എത്ര പവറാണോ കൺസ്യൂം ചെയ്യുന്നത് അതിനെയാണ് മാക്സിമം ടെർബോ പവർ എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് പ്രൊസസറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 55,000 to 60,000 റേഞ്ചിലാണ് വരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.